ചീഫ് സെക്രട്ടറിക്ക് വീണ്ടും കത്ത് നൽകി എൻ പ്രശാന്ത് IAS. സസ്പെൻഷന് ആധാരമായ ഡിജിറ്റൽ തെളിവുകൾ നൽകണമെന്നാണ് ആവശ്യം. ഡിജിറ്റൽ തെളിവുകൾ പരിശോധിക്കാമെന്ന് സസ്പെൻഷൻ ഉത്തരവിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. സസ്പെൻഷൻ ആധാരമായി കാണിച്ച ഡിജിറ്റൽ തെളിവുകൾ നൽകണമെന്നാവശ്യപ്പെട്ടാണ് എൻ പ്രശാന്ത് IAS വീണ്ടും ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചത്. തനിക്കെതിരായ നടപടിക്ക് കാരണമായ തെളിവുകളും രേഖകളും പരിശോധിക്കാൻ അവകാശമുണ്ടെന്നാണ് പ്രശാന്തിന്റെ വാദം. ഈ രേഖകൾ എപ്പോൾ വേണമെങ്കിലും പരിശോധിക്കാമെന്ന സസ്പെൻഷൻ ഉത്തരവിലുണ്ടെന്നും പ്രശാന്ത് ചീഫ് സെക്രട്ടറിക്ക് അയച്ച കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. സസ്പെൻഷൻ ഓർഡറിൽ പറഞ്ഞ കാര്യം പാലിക്കാതിരിക്കുന്നത് തെറ്റായ നിലപാടാണ്. അന്വേഷണ കമ്മീഷന് മുന്നിൽ തന്റെ വാദം ഉന്നയിക്കുന്നതിനും ഇത് തടസ്സം സൃഷ്ടിക്കും. രേഖകളും തെളിവുകളും നൽകാത്തത് എവിഡൻസ് ആക്ടിന് വിരുദ്ധമാണെന്നും പ്രശാന്ത് പറയുന്നു. കാശിനാഥ് ദീക്ഷിത് വേഴ്സ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഭഗവത് റാം വേഴ്സസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തുടങ്ങിയ കേസുകളും ശ്രദ്ധയിൽപ്പെടുത്തിയാണ് പ്രശാന്തിന്റെ കത്ത്. ഡിജിറ്റൽ തെളിവുകൾ പുറത്തുവിടാത്തത് തനിക്കെതിരെ രേഖകൾ നൽകിയ വ്യക്തിയുടെ പേര് പുറത്തുവരുമെന്ന് ഭയന്നിട്ടാണെന്ന പരിഹാസവും എൻ പ്രശാന്തിന്റെ കത്തിലുണ്ട്. സസ്പെൻഷൻ നേരിട്ടതിന് പിന്നാലെ അസാധാരണ നീക്കങ്ങളുമായി കളം നിറയുകയാണ് പ്രശാന്ത്. ചാർജ് മെമ്മോ നൽകിയ ചീഫ് സെക്രട്ടറിയോട് വിശദീകരണം ചോദിച്ചായിരുന്നു ആദ്യ തിരിച്ചടി. 7 ചോദ്യങ്ങൾക്ക് ചീഫ് സെക്രട്ടറി മറുപടി നൽകിയാൽ ചാർജ് മെമ്മോയ്ക്ക് മറുപടി നൽകാമെന്നായിരുന്നു പ്രശാന്തിന്റെ നിലപാട്. കൃത്രിമരേഖയുണ്ടാക്കിയതിന് ജയതിലകത്തിനെതിരെ കേസെടുക്കാത്തതിൽ വക്കീൽ നോട്ടീസും ചീഫ് സെക്രട്ടറിക്ക് അയച്ചിരുന്നു. ജനം, തിരുവനന്തപുരം.